വീണ്ടും ഉണ്ട്. കാരണം നമ്മള് ജീവിതത്തിൽ ഒരു മാറ്റം വന്നാൽ നമ്മളെ കാത്തു നിൽക്കാനും സ്വീകരിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം. കാരണം പല ആളുകളുടെയും എക്സ്പീരിയൻസ് ആ ഒരു സമയം കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോരുന്നതിന്റെ ഇടയ്ക്ക് ഈ ബിസിനസ് ചെയ്യണം എന്നുള്ള ആവേശത്തില് തുടക്കത്തിൽ തന്നെ ഒരു TC പോലെ ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ബാധ്യതകളുണ്ട്. അതിന്റെ കൂടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഹനം എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. വാഹനത്തിന്റെ സൗകര്യം ഇല്ല. സ്കൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടിയാണ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതില് മീറ്റിങ്ങിന് പോകുന്നതിലും അതുപോലെ തന്നെ ആളുകളെ കൊണ്ടുപോകുന്നതിലൊക്കെ ബുദ്ധിമുട്ട് വന്നു. പർച്ചേസ് ചെയ്യാൻ പോകുന്നതിൽ ബുദ്ധിമുട്ട് വന്നു. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഒരു TC ആവുന്നതിന് മുന്നേ തന്നെ ഞാനൊരു ഒരു കാർ എടുത്തു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു അച്ചീവ്മെന്റ് അല്ല, പക്ഷെ എന്റെ ആവശ്യത്തിനുള്ള ഒരു ടൂളാണ്. ഞാൻ ആ സമയത്ത് ഒരിക്കലും ഒരു കാർ വാങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. പക്ഷെ എന്റെ മൈൻഡ് സെറ്റിൽ ഞാൻ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള ഒരു ലെവലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റി, ആ സമയം കൊണ്ട് മീറ്റിങ്ങുകൾ എന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ കേൾക്കുന്ന ആളുകളോട് പറയുന്നത്, നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്ത ആളുകളാണ്. ഒരുപാടധികം മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളും നമുക്ക് മുന്നിലുണ്ട്. ആ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിന് ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അത് ശരിക്കും നമുക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചു കഴിഞ്ഞാല്, അത് പകർത്താൻ സാധിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാവും. അതിലൂടെയാണ് ഫസ്റ്റത്തെ ഒരു കാർ എടുത്ത് അതിന് ഏകദേശം ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു തുക മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. ഒരു 15,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു. അത് അവസാനത്തെ ഒരു വർഷത്തിലെ അങ്ങനെ എന്തോന്ന് വന്നതാണ്. അങ്ങനെ കൊടുത്തു. അതും കാറ് കാണാൻ വേണ്ടി പോയതാണ്. കാറ് ജസ്റ്റ് ഒന്ന് നമുക്ക് എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈന്റെ കൂടെ പോയി. അപ്ലൈന്റെ കൂടെ തന്നെ, അതായത് ബ്രിജേഷ് സാറിന്റെ കൂടെ പോയി, സാറിന്റെ കൂടെ പോയി, എന്റെ കൂടെ അതായത് പാർട്ണറായിട്ട് നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നു. അവരെ കൂടെ ജസ്റ്റ് ഒന്ന് എൻക്വയറി നടത്തി. കുഴപ്പമില്ല തോന്നി. അന്ന് കയ്യിലുണ്ടായിരുന്ന പൈസ ടോക്കൺ കൊടുത്ത് ഏട്ടനോട്, വേറെ ആരോടും ഞാൻ ചോദിച്ചിട്ടില്ല. ഏട്ടനോട് ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങനെ ഒരു കാർ എടുക്കാന്. ഹസ്ബൻഡിനോട് ചോദിച്ചത് ഇത്രേ ഉള്ളൂ, എനിക്കിങ്ങനെ വാഹനം ആവശ്യമാണ്, ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല തോന്നുകയാണെങ്കിൽ നീ എടുത്തോ. അന്ന് എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, ഞാൻ ലൈസൻസ് എടുത്തിട്ടില്ല, ഒന്നുമില്ല. സ്കൂട്ടി ഉണ്ടെങ്കിൽ കൂടി ലൈസൻസ് ഇല്ലാത്തൊരു ഓട്ടം മാത്രമായിരുന്നു അന്ന് ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. അതായത് അന്നത്തെ സമയത്ത് ഇവിടെ തൊട്ടടുത്ത് മാത്രം പോവും, തെറ്റാണെന്ന് അറിയാം. പക്ഷെ എന്നാൽ അതിനുള്ള ധൈര്യം പോലും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് പോലും എനിക്കുണ്ടായിരുന്നില്ല. പുറത്തേക്ക് വണ്ടി കൊണ്ട് പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആളുകളുടെ കൂടെ അങ്ങനെ പോകണം എന്നുള്ളതൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ബിസിനസ്സിന് വണ്ടി ആവശ്യമാണെന്ന് തോന്നി. അങ്ങനെ എടുത്തതാണ് ഫസ്റ്റില്. പക്ഷെ ആ വണ്ടി ഏകദേശം 75,000 കിലോമീറ്റർ ഓടി എത്തിയപ്പോഴത്തേന്, ഏകദേശം 75,000 കിലോമീറ്റർ വണ്ടി ഞങ്ങള് ഓടിച്ചെത്തിയപ്പോഴത്തേന് നമ്മളെ ടീമിൽ ഒരുപാട് റാങ്കുകൾ എത്താനും അതോടൊപ്പം തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു RTC ആവാനും സാധിച്ചു എന്നുള്ളതാണ്. ആ RTCയുടെ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ എത്തിയപ്പോൾ വാഹനത്തെ ഞാൻ മാറ്റി ഇന്ന് ഒരു ഫുൾ ഓപ്ഷൻ സ്വിഫ്റ്റിലേക്ക്, അതായത് ഒരു CNG ഫുൾ ഓപ്ഷൻ സ്വിഫ്റ്റിലേക്ക്, അതായത് നമ്മളെ മുറ്റത്ത് ഒരു സ്വിഫ്റ്റിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാല് ആ ഒരു അല്ലെങ്കിൽ ലെവലിൽ നിന്ന് എന്റെ ജീവിതത്തിൽ വന്ന മാറ്റം അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സുകളിലൂടെ, അതായത് ആഴ്ച വരുമാനത്തിലൂടെ, മാസ വരുമാനത്തിലൂടെ, റീറ്റെയിലിലൂടെ ഇൻകം എന്ത് ചെയ്യാൻ പറ്റി, കൂടുതൽ വാങ്ങിക്കാൻ പറ്റി എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ പലപ്പോഴും നമ്മളെ ബിസിനസ്സിൽ പല ആളുകളും നമ്മളെ ടീമിനെ, ഇപ്പൊ ഞാൻ തന്നെ പലപ്പോഴും നമ്മളെ ടീമിനോട് പല കാര്യങ്ങളിലും നിർബന്ധിക്കാറുണ്ട്. അതായത് നിർബന്ധിക്കുക എന്ന് പറയുമ്പോൾ ഇന്നത് ചെയ്യണം, ഇങ്ങനെ ചെയ്താലാണ് റിസൾട്ട് ഉണ്ടാവുക. പക്ഷെ അവർക്ക് അത് ഉൾക്കൊള്ളാന് ആ സമയത്ത് കേൾക്കും. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നെഗറ്റീവ് കമന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ എന്നാല് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, അവര് പറഞ്ഞു തരുന്നതിനേക്കാൾ ഉപരി കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താൽ, അതായത് എന്റെ ബിസിനസ് ആണല്ലോ, ഇൻഡിവിജ്വൽ ഐഡിയ ആണല്ലോ, ഇതിൽ ഇൻകം കിട്ടിയാൽ ഞാൻ ഒരാൾക്കും കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ തുടക്കം തൊട്ടേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ആവേശം അന്നുണ്ട് ഇന്നും ഉണ്ട്. അപ്പൊ ആ ആവേശം കെടുത്താൻ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ പറഞ്ഞ 4 വർഷത്തിന്റെ ഇടയ്ക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ 4 വർഷത്തെ പ്രതിസന്ധികൾ എന്നെ വളർത്താനാണെന്ന് എന്റെ കൂടെയുള്ള ആളുകൾ, പക്ഷെ പലപ്പോഴും അങ്ങനെ തളരുന്ന സമയത്ത് തളർന്നിരിക്കും. അവിടെ സഹായിക്കാൻ സിസ്റ്റവും അപ്ലയൻസും കൂടെ ഉള്ളത് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, തളർന്ന് അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ ബിസിനസ് വേണ്ടാന്ന് വെച്ച് പോകാനുള്ള തീരുമാനം ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ബിസിനസ്സിലൂടെ തന്നെ. ഒരിക്കലും ഫാമിലിയിൽ നിന്ന് ബിസിനസ്സിൽ വന്നതിന് ശേഷം മാത്രമേ എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫണ്ടിന്റെ ബുദ്ധിമുട്ടുകൾ മാത്രം. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ഒരുപാടധികം, അതായത് ടീമിന്റെ ഡെവലപ്മെന്റ്സിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അറിവില്ലായ്മ കൊണ്ട് പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ പലതും നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ അതിനൊക്കെ തരണം ചെയ്യാന് സിസ്റ്റവും ഇതുപോലുള്ള ഓർഗനൈസേഷൻ സപ്പോർട്ടും നമ്മളെ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയത് കൊണ്ടാണ് ആഴ്ച വരുമാനം ഏകദേശം 75,000 മുകളിൽ വരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, വാങ്ങിക്കാൻ
വാങ്ങിക്കാൻ പറ്റിയത്. അപ്പോ ഇതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മൾ എടുക്കുന്ന ഉത്തരവാദിത്തം, അതുപോലെ തന്നെ ഉത്തരവാദിത്തത്തിന്റെ ഒപ്പം തന്നെയാണ് ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ടൈം, നമുക്ക് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്, തുടക്കത്തിൽ സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ആളുകൾ ഉണ്ടാവുക. അപ്പൊ ഞാൻ തുടക്കത്തിൽ എടുത്ത ആ സമയം ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് ഇന്ന് നമ്മുടെ ടീമില്, അതായത് ഞങ്ങളുടെയൊക്കെ ടീമില്, അതായത് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഇപ്പൊ ഈ ഒരു സമയത്തും ഏകദേശം ഈ ഒരു സുപ്രഭാതത്തിൽ ഏകദേശം 264 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഈ സംസാരിക്കുന്നത് അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാ, ഇത്രയും ആളുകളുടെ ഉള്ളിൽ ഈ ബിസിനസ് എന്താണെന്നും ബിസിനസ് ചെയ്യണം എന്നുള്ളതും ഇതിലൂടെ വലിയ രീതിയിൽ മാറണം എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ ഒരു സമയത്തും എണീറ്റ് കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ ലീഡേഴ്സിന്റെ സിസ്റ്റത്തിന്റെ കൂടെ നിൽക്കുന്നത്. അത് ഈ ഒരു തീരുമാനം തന്നെയാണ് ഈ ബിസിനസ്സിന് വേണ്ടത്. വേറെ ഒന്നും ഇതിൽ പ്രത്യേകിച്ച് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ബിസിനസ്സിന് അത്ര അധികം സിമ്പിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ശരിയായ രീതിയിൽ ഒരു ഫാമിലി നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ടീമിനെ നയിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ നല്ല രീതിയിൽ വരുമാനവും ടീമിനെയും നിലനിർത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു തീരുമാനത്തിൽ നമുക്ക് പലപ്പോഴും അറിയുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ബിസിനസ്സിൽ എത്തി തീരുമാനം എടുത്തു, എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്നുള്ളത്. പ്രതിസന്ധികളെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അതിന് മുകളിൽ, ആ പ്രതിസന്ധികൾക്ക് മുകളിൽ നിൽക്കാനുള്ള കരുത്തുണ്ടാക്കണം. അതിനാണ് പലപ്പോഴും നമ്മളുടെ മീറ്റിങ്ങുകൾ. ഇപ്പൊ ഞാൻ എപ്പോഴും പറയും, എന്നെ ഞാനാക്കി മാറ്റിയത്, ഇന്ന് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മീറ്റിങ്ങുകളുടെ പവറാണ്. ഒരുപാടധികം ഇപ്പോ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ എന്നേക്കാളും കഴിവുള്ള ഒരുപാട് ലീഡേഴ്സ് ഉള്ള ഒരു ടീമാണിത്. ഒരുപാട് ലീഡേഴ്സ്. കാരണം ഞങ്ങളൊക്കെ അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ സുബീർ സാറുടെ ITC ലീഡർ സുബീർ സാറുടെ പ്രോഗ്രാം നമുക്ക് പ്രൊഡക്റ്റ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിലേക്ക് സുബീർ സാർ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും എക്സൈറ്റ്മെന്റ് നമ്മളുള്ളിൽ ഉണ്ടായി. ടീമിനെ പങ്കെടുപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ടീമും വളരെ എക്സൈറ്റഡ് ആയി. കാരണം എന്തുകൊണ്ട്, അത്രയും അധികം കഴിവുള്ള ലീഡേഴ്സ് ആണ് ഇവിടെ. ഏകദേശം നമ്മുടെ ഭവിനേഷ് സാറ്, അതുപോലെ തന്നെ ധനീഷ് മാധവൻ സാറുടെ ഒക്കെ ക്ലാസ്സുകൾ ഒരുപാട് അധികം എന്ത് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും കേട്ടിട്ടുണ്ട്. ഞാൻ അധികം പേരെ എനിക്ക് കൂടുതൽ അറിയില്ല, എന്നാലും ഇതുപോലെ പ്രജീഷ് സാറിന്റെ ക്ലാസ്സുകൾ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ GTSകളിലൊക്കെ വന്നിട്ട് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും അത് റെക്കോർഡ് ചെയ്ത് ടീമിന് അയച്ചു കൊടുക്കുകയും, അതുപോലെ തന്നെ എഗെയിൻ ആ ഒരു ക്ലാസ് വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ വീണ്ടും ടീമിനെ കൂടുതൽ പങ്കെടുപ്പിക്കാനൊക്കെ ശ്രമിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രയും അധികം ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് ഇവിടെ, അതായത് ഏറ്റവും സേഫ് ആയിട്ട് എന്ന് പറഞ്ഞാൽ മറ്റ് ട്രഡീഷണൽ ബിസിനസ്സുകൾ ഫേസ് ചെയ്യുന്ന പ്രയാസങ്ങളില്ലാതെ ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിൽക്കാൻ പറ്റുന്നത്. അത് ടീമിനെ, അതായത് ഏറ്റവും നല്ല രീതിയിൽ മീറ്റിങ്ങും സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട്. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും ടീമിനെ വളർത്തി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അപ്ലയൻസിന്റെ സപ്പോർട്ട് നിർബന്ധമായിട്ട് വരും. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും പറയും, നിങ്ങളുടെ അപ്ലയൻസ് എന്ന് പറയുന്നത് അത്രത്തോളം നിങ്ങളെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ സമയം കണ്ടെത്തുന്നത്. ആ ഒരു സമയവും ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗിക്കണം. ഇവിടെ ഞാനും അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ. എന്നെ സഹായിക്കാനും എന്നിലൂടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന അപ്ലയൻസിന്റെ കൂടെ നിന്നു. അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് അവരുടെ സ്വപ്നങ്ങളോടൊപ്പം എന്റെ സ്വപ്നങ്ങളും കൂടി ചേർത്തപ്പോൾ ഒരുപാടധികം മാറ്റങ്ങൾ ഞങ്ങളുടെ ടീമിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റി, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇന്നിപ്പോ ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇത് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു കോൺഫിഡൻസ്, ആ കോൺഫിഡൻസ് എനിക്ക് നേടിത്തന്നത് ഈ ഒരു MI ലൈഫ് സ്റ്റൈൽ എന്നുള്ള പ്ലാറ്റ്ഫോമാണ്. സാധാരണ ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ എന്നെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സീരിയലിലൊക്കെ കാണുന്ന പോലെ എപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കരയുക, അതുപോലെ തന്നെ മിണ്ടാണ്ടിരിക്കുക, പിന്നെ അതിനെക്കുറിച്ച് അതായത് പിന്നെ ആലോചിച്ചിരുന്നിട്ട് സ്ട്രെസ് അനുഭവിച്ച് വേറെ ഇഷ്യൂസ് ഉണ്ടാക്കുക, ഹോസ്പിറ്റലിൽ പോവുക, ട്രിപ്പ് ഇടുക, ഇതൊക്കെയായിരുന്നു എന്റെ ഒരു സമയം എന്ന് പറഞ്ഞു. എന്റെ ജീവിതത്തിലെ ഏറ്റവും അങ്ങനെ തന്നെയായിരുന്നു. എന്റെ അമ്മയടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ സിറ്റുവേഷൻസും എന്റെ ലൈഫും അങ്ങനെയായിരുന്നു, എന്റെ മൈൻഡ് സെറ്റും അങ്ങനെയായിരുന്നു. പക്ഷെ എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു 4 വർഷം കൊണ്ട് എനിക്കുണ്ടായ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ടോട്ടലി എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ ഉണ്ടായി മാറിയിട്ടുണ്ട്. അതായത് എന്റെ കോൺഫിഡൻസ് ലെവലിൽ മാറിയിട്ടുണ്ട്, എന്റെ അച്ചീവ്മെന്റ്സിൽ എനിക്ക് ഇനി നേടിയെടുക്കേണ്ട രീതികളിൽ മാറാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ
ടീമിന്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ എതിർത്ത എന്റെ ഫാമിലി ഇന്ന് വളരെ സപ്പോർട്ടഡ് ആണ്. ഞാൻ ഇന്ന് അധിക സമയത്തും വീട്ടിലെത്തുന്നത് 11 മണിക്ക് ശേഷമാണ്. കാരണം എന്റെ ഫാമിലി അത്രത്തോളം ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരിപ്പോ എന്നെ പലപ്പോഴും എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാന്ന് ഞാൻ പറയില്ല, എന്നാലും എല്ലാവരും സപ്പോർട്ടും കിട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ എന്നാൽ പലപ്പോഴും ഈ ബിസിനസ് ഈ രീതിയിൽ ചെയ്താലാണ് എന്റെ വലിയ അച്ചീവ്മെന്റ്സിൽ എനിക്ക് എത്താൻ പറ്റൂ എന്ന് അച്ചീവ്മെന്റ്സുകളിലൂടെ, കാരണം ഒരു സാഹചര്യം ഒട്ടുപോലും ഇല്ലാത്ത, അതായത് ഒരു 4 വീലർ മുറ്റത്ത് എത്താത്ത എന്റെ വീട്ടില്, അതായത് ഒരിക്കൽ പോലും ഞങ്ങൾ ചിന്തിക്കുന്നില്ല, കാരണം അപ്പവണ്ടിയുടെ ഡ്രൈവറാണ് ഹസ്ബൻഡ്. അതുപോലെ തന്നെ ഫാമിലി സിറ്റുവേഷൻസ് ഒക്കെ അത്ര തന്നെയുള്ളൂ. അതുപോലെ ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീട് എന്ന് പറയുന്നത് ഞങ്ങള് മുനിസിപ്പാലിറ്റിയിലേക്കൊക്കെ എഴുതി കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയൊരു വീടാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇന്ന് വീടിന്റെ പല കാര്യങ്ങളും മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾക്ക് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളുടെ കാര്യങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ വാഹനത്തിന്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാല്, ഫംഗ്ഷൻ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ സിസ്റ്ററുടെ കല്യാണം കഴിഞ്ഞ 4 മാസം മുന്നേ നടന്നു. അതിലൊക്കെ വലിയ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റി, ഒരു കോൺട്രിബ്യൂഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാമിലിയിൽ ഒരു എന്ത് ചെയ്യാൻ പറ്റും, എന്റെ മോള് ബിസിനസ്സുകാരിയാണ് എന്ന് ഒരിക്കൽ അച്ഛൻ എതിർത്ത് പറഞ്ഞ അച്ഛനെ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരുടെ മുന്നിലും ഓപ്പൺലി എന്റെ മോള് എന്നെ പോലെ, അതായത് അച്ഛനെ പോലെ തന്നെ അത്യാവശ്യം ബിസിനസ് ചെയ്യാനും, അതുപോലെ തന്നെ ഒരു ആൺകുട്ടി, വീട്ടില് ആൺകുട്ടി ഇല്ലാത്തതുകൊണ്ട് അതിനുള്ള ലെവലിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കുട്ടിയാണെന്നുള്ളത് വരെ ആളുകളുടെ മുന്നിൽ വന്ന ഗസ്റ്റിന്റെ മുന്നിൽ വരെ പറയുന്നത് നേരിട്ട് കേൾക്കാൻ പറ്റി. അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും ഞാൻ പ്രൗഡാണ്. കാരണം ഈശ്വരനായിട്ടാണ് എന്നിലേക്ക് ഈ അവസരം എത്തിച്ചത്. ഈ അവസരത്തിലൂടെ നേടിയെടുക്കാൻ ഇനിയും ഒരുപാടുണ്ട്, തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. എഴുതി വെച്ച ഒരുപാട് ഗോളുകളും ഒരുപാട് സ്വപ്നങ്ങളും അതുപോലെ കൂടെ വന്ന ആളുകളുടെ സ്വപ്നങ്ങളും ഇതൊക്കെ നേടിക്കൊടുക്കാനുണ്ട്. അങ്ങനെ നേടിക്കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്കിതിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ ഒരു കുറഞ്ഞ യാത്ര ചെയ്തപ്പോ തന്നെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ നേടിയെടുക്കാവുന്നതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ ശക്തമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നുണ്ടാവും. അതായത് നമ്മൾ എപ്പോഴും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ അതൊരു പ്ലാനിങ് ഉണ്ടാക്കുക. ഞാൻ ചെയ്ത മാറ്റം അതാണ്. എനിക്ക് എപ്പോഴും എന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ്ങോട് കൂടി എനിക്ക് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് ഒരാഴ്ചയിലേക്ക് എനിക്ക് പ്ലാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടും സ്ട്രെസ്സാണ്. ആ ഒരു കാര്യം പ്ലാനിങ് ആയിട്ടില്ല, ആ പ്ലാനിങ് നടന്നിട്ടില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് പ്ലാനിങ് ആക്കാനാണ് ഫസ്റ്റ് ഞാൻ പ്ലാൻ ഇടുക. അപ്പൊ പ്ലാനിങ് എന്നുള്ളത് അത് എന്റെ അപ്ലയൻസ് ചെയ്ത് കണ്ടു പഠിച്ചതാണ്. അതുപോലെ നിങ്ങളുടെ ലീഡേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും പ്ലാനിങ്ങോട് കൂടിയുള്ള വർക്ക്. പലപ്പോഴും അത് പറയുമ്പോൾ ആളുകൾക്ക് അത് എന്തിനാ ഇതിന് ഇത്ര പ്ലാനിങ്, ആളെ ചേർത്താ പോരെ, ആളെ ചേർക്കണ ബിസിനസ് അല്ല ഇത്, ആളെ ചേർത്തത് കൊണ്ട് ഇതിലൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇതിൽ കിട്ടുന്നത് നമ്മുടെ ഫ്രാഞ്ചൈസി, നിലവിലുള്ള ഫ്രാഞ്ചൈസി നിലനിൽക്കണം. നമ്മൾ ഏത് ബിസിനസ് ചെയ്യുന്ന പോലെ തന്നെയും ഫ്രാഞ്ചൈസി നിലനിർത്തി ആ ഫ്രാഞ്ചൈസിയിലെ കച്ചവടം എന്ത് ചെയ്യണം, ഓരോ സമയത്തും അപ്ഡേറ്റ് ചെയ്ത് വരണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മളെ കൂടെ വന്ന ആയിരക്കണക്കിന് ഫ്രാഞ്ചൈസികൾ ഉണ്ടെങ്കിൽ ആയിരക്കണക്കിന് ഫ്രാഞ്ചൈസികളിലും കച്ചവടങ്ങൾ നടക്കുള്ളൂ. അപ്പൊ ഈ കച്ചവടം നടക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ, സീരിയസ്ലി പറയും, ഇത് സ്മാർട്ട് വർക്കാണ്, ഹാർഡ് വർക്ക് അല്ല. അത് തിരിച്ചറിയാനുള്ള മനോഭാവം കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് സ്ത്രീക്കും സിമ്പിളായി ബിസിനസ് ചെയ്യാൻ പറ്റും. സ്ത്രീകൾ പറയുന്ന കാര്യം, എന്റെ കുട്ടികളെ, എന്റെ ഫാമിലി, എന്റെ വീട്, എന്റെ ഹസ്ബൻഡ്, എന്റെ വീട്ടിലെ പ്രശ്നങ്ങള്, അത് ഞാൻ നോക്കണ്ടേ, സ്കൂളിലെ മീറ്റിങ്ങിന് ഞാൻ പോകണ്ടേ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾ പറയുന്നുണ്ടാവും. എനിക്കും ആ ഒരു കാര്യങ്ങള് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾ തന്നെയാണ്. പക്ഷെ അതിനൊക്കെ ഒരു പ്ലാനിങ് ഫാമിലിയിൽ നിന്ന് ആദ്യം തുടങ്ങാം. അതായത് മക്കളുടെ കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്റെ മോള് 10ാം ക്ലാസ്സിലാണ്, അതുപോലെ തന്നെ മോന് 4ൽ പഠിക്കുന്നു. ഹസ്ബൻഡ് ഏകദേശം ഇപ്പൊ ഒരു 6:45 ഈ ഒരു സമയമാകുമ്പോൾ അവരെന്ത് ചെയ്യും, അവര് പുറത്തു പോകുന്ന ആളാണ്, പണിക്ക് പോകുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു സമയം ആകുമ്പോഴത്തേന് എന്റെ വീട്ടിലെ ജോലികളൊക്കെ തീരണം. കാരണം 7-7:15 ആകുമ്പോഴത്തേന് മോൾക്ക് ട്യൂഷന് പോകണം. അപ്പൊ ഈ ടൈം ആകുമ്പോഴത്തേന് എല്ലാ ജോലിയും തീർത്തിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഈ ജോലി തീർക്കാതെ ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ സീരിയസ്ലി എന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന്, എന്റെ ഫാമിലിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രോബ്ലംസ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ബിസിനസ് ചെയ്യണം എന്ന് തീരുമാനം എടുത്ത ഒരാളായതുകൊണ്ട്
ഞാൻ നേരത്തെ എണീറ്റു, അതിനൊരു പ്ലാനിങ് ഉണ്ടാക്കി, ഇന്നലെ ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്നലെ അതിന് വേണ്ട ഇന്ന് നേരത്തെ എണീറ്റ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തലേ ദിവസം തന്നെ അത് പ്ലാൻ ചെയ്തു അവരുടെ മൈൻഡ് സെറ്റിലേക്ക് മാറ്റി, ഇങ്ങനെ ഈ ടൈം ഈ രീതിയിലേക്കാണ് എന്നുള്ളത് മാറ്റുമ്പോൾ അവർക്ക് പ്രയാസം വരില്ല. അവർക്ക് പ്രയാസം വരുമ്പോഴാണ് അവരെന്ത് ചെയ്യണത്, ഇറിറ്റേറ്റഡ് ആവുന്നത്. ഇറിറ്റേറ്റഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർ പ്രതികരിക്കും, വേണ്ട മതി, നിർത്തിക്കോ, നിന്റെ ബിസിനസ് നിർത്തിക്കോ, ഇതിന് വേണ്ട എന്ന് പറയും. പല സ്ത്രീകൾ അനുഭവിക്കുന്ന ക്രൈസിന്റെ ഏറ്റവും 50% എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അതുപോലെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, എന്തിനാ നമുക്ക് ആകെ 1-2 മണിക്കൂർ മതി ഭക്ഷണം ഉണ്ടാക്കാനും വീട്ടു ജോലിക്കും. അതിന് കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ നടക്കും. ഇല്ലെങ്കിൽ 2 മണി 3 മണി ഒക്കെ നമുക്ക് ആക്കി കുളിച്ച് വീട്ടിനകത്ത് കയറാൻ പറ്റും. ആ ഒരു സിസ്റ്റം ഒഴിവാക്കി കഴിഞ്ഞാൽ, നല്ല രീതിക്ക് പ്ലാനിങ്ങോട് കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ്സിന് പോസിറ്റീവ് കിട്ടും. അതായത് സ്ത്രീകളോട് മാത്രമല്ല പുരുഷന്മാരോടും പറയുന്നതാണ്. അതായത് അങ്ങനെ ആ ഒരു പ്ലാനിങ് വീട്ടിൽ നിന്ന് തന്നെ പ്ലാനിങ് ഉണ്ടാക്കിയാൽ അടുത്ത ബിസിനസ്സിലുള്ള പ്ലാനിങ്ങിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരാഴ്ചയിലേക്ക് ഇത്ര റാങ്ക്, ഇത്ര ടാർഗറ്റ്, ഇത്ര പേരുണ്ട്, ഈ പേരുകൾ, ഇത്ര പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതുതായി വന്ന ആളുകളുടെ അച്ചീവ്മെന്റ്സുകൾ, അതുപോലെ എവിടെയൊക്കെ മീറ്റിംഗ് വേണം, എങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് മീറ്റിംഗിന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്, എവിടെയൊക്കെ ചെറിയ മീറ്റിങ്ങുകൾ വെക്കണം, എവിടെ വലിയ മീറ്റിങ്ങുകൾ വെക്കണം, എവിടെയൊക്കെ GTSകൾ ഉണ്ട്, ഈ GTSക്ക് ഏതൊക്കെ ടീമിനെ ഏതൊക്കെ രീതിയിൽ ഇൻവൈറ്റ് ചെയ്യണം എന്നുള്ള പ്ലാനിങ് ഒന്നും വേണ്ട. ഒരു ശനിയാഴ്ച, അതായത് നമ്മളെ വർക്ക് തുടങ്ങുന്ന ശനിയാഴ്ച നമ്മൾ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. എന്നാൽ അതിലൊരു ആത്മവിശ്വാസവും നമുക്ക് വർദ്ധിക്കുന്നുണ്ടാവും. കാരണം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മൾ ആഴ്ചയുടെ തുടക്കത്തിൽ പ്ലാൻ ചെയ്യും. ഞാൻ മാത്രമല്ല, എന്റെ ടീമിലുള്ള ആളുകളും ഇതിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. STC ലീഡേഴ്സും DTC ലീഡേഴ്സും ഒക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കാര്യം അവരുടെ ടീമിനെ കൂട്ടിയിരുത്തിയിട്ട് ശനി ടു വെള്ളിക്കിടയിൽ എന്ത് ചെയ്യും, പ്ലാനിങ് നടത്തി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നു. വീണ്ടും ശനിയാഴ്ച ഇരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയെ അനലൈസ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഫഷണലിസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ സ്മാർട്ട് വർക്ക് ആയിട്ട്, ഒരിക്കലും അതിലൊരു ഹാർഡ് വർക്ക് ആകുമ്പോഴാണ് രാവിലെ എണീക്കുമ്പോൾ ഇന്ന് എങ്ങടാ വർക്ക്, ഇന്ന് എങ്ങടാ പോകേണ്ടത്, അതുപോലെ എവിടെയാണെന്നുള്ളത് അങ്ങനെ ഒരു ചോദ്യം വരിക. മറ്റേ നമുക്ക് നമ്മളെ ലെഡ്ജറിലുണ്ട്, തലേ ദിവസം നമുക്ക് അവരോട് ചോദിക്കാം, അല്ലെങ്കിൽ മുന്നേ കൂട്ടി അവരോട് ചോദിക്കാൻ പറ്റും, ഇന്നത്തെ ദിവസം ഇന്ന പ്ലാനിങ് ഇല്ലേ, ഇന്നടുത്ത് പോണ്ടേ, ഇന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ, നമുക്ക് അത് എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ഒരിക്കലും അവിടെ ഇഷ്യൂസ് വരില്ല. നേരെ മറിച്ച് നമ്മൾ ആ പ്ലാനിങ് ഇന്ന് എന്താ പിന്നെ അവരോട് ദേഷ്യപ്പെടേണ്ടി വരും. നമുക്ക് പ്ലാനിങ് കറക്റ്റ് അല്ലെങ്കിൽ ദേഷ്യം വരും. ദേഷ്യം വരുന്ന ആളുകൾ പ്രതികരിക്കുന്ന രീതി പലപ്പോഴും മോശമായ രീതിയാണെങ്കിൽ ടീം എന്ത് ചെയ്യും, കയ്യിൽ നിന്ന് പോകും. അപ്പോ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ മുൻകൂട്ടി എന്ത് ചെയ്യാം, പ്ലാനിങ്ങോട് കൂടിയുള്ള വർക്ക് എന്ത് ചെയ്യണം, നമ്മള് ചാർട്ട് ചെയ്യുക, ഒന്ന് മുൻകൂട്ടി ചാർട്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് പ്രോഗ്രാമുകൾ നന്നായി യൂസ് ചെയ്യുക. മീറ്റിങ്ങുകളുടെ ഇമ്പോർട്ടൻസ് എല്ലാവരും മനസ്സിലാക്കുക. കാരണം ഇതിപ്പോ എല്ലാവരുടെ വീട്ടിലും വന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാന് എന്ത് ചെയ്യില്ല, നമുക്ക് കഴിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മീറ്റിങ്ങുകൾ കണ്ടിട്ടാണ് മറ്റേത് ബിസിനസ് ഒന്നും വേണ്ട. ഞാൻ നടത്തിയിരുന്ന ഡേ കെയർ, പ്രീ പ്രൈമറി സ്കൂള് ശരിയായ രീതിയിൽ എന്റെ കൂടെ, അതുപോലെ പല ഭാഗങ്ങളിലും പ്രീ പ്രൈമറി നടത്തുന്ന ആളുകളുണ്ട്. ഞാൻ അവരെയൊക്കെ വിളിച്ചിട്ട് മീറ്റിംഗ് വിളിക്കുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ വേറെ ഇത് തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ മീറ്റിങ്ങിന് ഞാൻ വിളിക്കുകയാണെങ്കിൽ എന്റെ ബിസിനസ് എന്ത് ചെയ്യും, താഴെ പോകുന്നുണ്ടാവും. കാരണം അതാണ് ട്രഡീഷണൽ ബിസിനസിന്റെ രീതി. കാരണം അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ടിപ്സ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ അവിടെ നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള്, പുതിയ അപ്ഡേറ്റഡ് ആയ കാര്യങ്ങൾ, ഇതൊന്നും എന്ത് ചെയ്യില്ല, അതേ വിഭാഗത്തിൽ പെടുന്ന ആളുകളുമായിട്ട് സംസാരിക്കില്ല. ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇതിലുണ്ടായിരിക്കും, അവർ ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ട്രഡീഷണൽ ബിസിനസ്സുകളിൽ അങ്ങനെയാണ്. എന്നാൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സുകളിൽ അതിന്റെ മാറ്റം ഉണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. മീറ്റിങ്ങുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള ആളുകളുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ പ്രോഗ്രാമുകൾ നന്നായി യൂസ് ചെയ്യുക. കാരണം ഞാനൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണെങ്കിൽ ഏറ്റവും ഡൗൺ ടൈമിൽ പോലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പ്രോഗ്രാമിൽ നമ്പർ കൂട്ടി, അതായത് ലീഡേഴ്സിനെ എഡിഫൈ ചെയ്ത് പ്രോഗ്രാമിൽ നമ്പർ കൂട്ടിയിട്ടാണ് എന്നെ ഏറ്റവും അടുത്തറിയുന്ന, ഇതിൽ ഇപ്പോ കുറച്ചും കൂടെ അടുത്തറിയാൻ പറ്റുന്ന നമ്മളെ ബൈജു സാറിന് കുറച്ചും കൂടെ അറിയുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയധികം ബിസിനസ്സിൽ ക്രൈസിസ് അനുഭവിച്ച സമയത്തും ഏറ്റവും കൂടുതൽ പ്രോഗ്രാമുകൾ വെച്ച് പ്രോഗ്രാമിലേക്ക് ആളെ, അതായത് ലീഡേഴ്സിനെ എഡിഫൈ ചെയ്ത് പ്രോഗ്രാമിലേക്ക് നമ്പർ കൂട്ടിയപ്പോഴാണ് ടീമിന്റെ പോസ്റ്റർ അല്ലെങ്കിൽ പിക്ചർ തന്നെ മാറ്റാൻ സാധിച്ചത്. അങ്ങനെ എല്ലാവരും തുടക്കത്തിലെ എല്ലായിടത്തും, ഇതിലിപ്പോ പുതുതായി ഇന്നലെ ജോയിൻ ചെയ്ത ആളുകളടക്കം ചിലപ്പോൾ മീറ്റിംഗ് കേൾക്കുന്നുണ്ടാവും.
അപ്പൊ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങളെ ലീഡേഴ്സ് മീറ്റിംഗ് വിളിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മീറ്റിംഗിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയോ കിട്ടാനുണ്ട്. ആ മീറ്റിംഗിന് എല്ലാവർക്കും ഒരുപോലെ കിട്ടിക്കോളന്നില്ല, എന്നാൽ പല ആളുകൾക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും അറിവുകൾ കിട്ടുക. ഈ അറിവുകളാണ് നമ്മളെ മാറ്റുന്നത്. അറിവുകൾ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഒരിക്കലും വിദ്യാഭ്യാസം എന്നുള്ളത് കുറേ ഉണ്ടെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ബിസിനസ് ചെയ്യാൻ കഴിയില്ല. ഈ ബിസിനസിന്റെ അറിവുകൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ മീറ്റിങ്ങൾ ഓരോന്നും വ്യത്യസ്തമാണ്. ഹോം മീറ്റിംഗ് ഉണ്ടാവും, ചെറിയ ചെറിയ ബിസിനസ് മീറ്റിംഗുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ചെറിയ ഹോൾ മീറ്റിംഗുകൾ ഉണ്ടാവും. അപ്പൊ എല്ലാ തരത്തിലും എല്ലാ മീറ്റിങ്ങിലും ഒന്നല്ലേ പറയുന്നത്, എല്ലാ മീറ്റിങ്ങിലും ഒരാളെ അല്ലേ കാണുന്നത്, അല്ലെങ്കിൽ ഒരാളെ എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ ആളുകളൊക്കെ അല്ലേ ഉണ്ടാവുക, ഇവരെന്ത് പറയും എന്നുള്ളത് നമുക്ക് ഊഹിക്കാലോ. പക്ഷെ എന്നാൽ ആ ഒരു മീറ്റിങ്ങുകളിലൊക്കെ എന്ത് ചെയ്യും, വ്യത്യസ്ത രീതിയിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ എവിടെന്നെങ്കിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. കൂട്ടത്തിൽ ആ മീറ്റിങ്ങുകൾക്ക് വ്യത്യസ്തത ഉണ്ടായിരിക്കും. ചില മീറ്റിങ്ങുകൾ പ്രോഡക്റ്റിനെ കുറിച്ചായിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണ്, പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് ഈ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ തുടക്കത്തിലെ നമ്മളെ ഫൗസിയമ്മയുടെ സംസാരിച്ച പ്രോഡക്റ്റുകളുടെ റിസൾട്ട് വെച്ചിട്ട് കോടികൾ നമുക്ക് ഉണ്ടാക്കാം. കാരണം അത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോ അത്തരത്തില് പ്രോഗ്രാമുകളിലൂടെ നമുക്ക് പ്രോഗ്രാമിൽ പ്രോഡക്റ്റുകളുടെ കുറിച്ചുള്ള ക്ലാസ്സുകൾ, അതായത് പ്രോഡക്റ്റിന്റെ ഹോം മീറ്റിങ്ങുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ പോയിരുന്ന് നമ്മൾ രണ്ടാള് പോകുന്ന സമയത്ത് അവിടെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിന്റെ എക്സ്പീരിയൻസും പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിൽ നിന്നും പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഫീലിങ്സ് അറിയാൻ പറ്റും. ഈ ഫീലിങ്സ് നാലാളോട് പറയുമ്പോൾ അവിടെ വീണ്ടും എന്ത് ചെയ്യും, പ്രോഡക്റ്റുകൾ മൂവ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയാണ് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ, അതായത് പുതിയ ആളുകളെ നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒറ്റയ്ക്ക് ചെന്ന് പറയുന്നതിലും ഏറ്റവും നല്ലത് എപ്പോഴും മീറ്റിംഗിലേക്ക് ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് വേറൊരു പോസിറ്റീവ് അവിടെ നമുക്ക് കിട്ടാനുണ്ട്. അപ്പൊ മീറ്റിംഗിലേക്ക് വരണ്ടേ, എന്നും മീറ്റിംഗ് അല്ലേ എന്ന് പറയുന്ന ആളുകളോട് പറയാം, നിങ്ങൾ കുറച്ചു കാലം ഈ മീറ്റിംഗുകൾ, കുറച്ചു കാലം എന്ന് പറയുമ്പോൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ മീറ്റിങ്ങുകളൊക്കെ ഒരു തരത്തിലും ഞാൻ ഇല്ല എന്ന് പറയാത്ത രീതിയിൽ, ഞാൻ ഉണ്ട് സാറേ, എവിടെയാണ് മീറ്റിംഗ് ഉള്ളത്, ഞാനുണ്ട്, ടീമുണ്ട് എന്ന് പറയുന്ന രീതിയിൽ നിൽക്കാൻ റെഡിയാണെങ്കിൽ ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ടീം ഡെവലപ്പ് ചെയ്യാൻ സിമ്പിൾ ആണ്. കാരണം അത്രത്തോളം ഫോക്കസ് ചെയ്തിട്ടാണ് ഓരോ ലീഡേഴ്സും എന്ത് ചെയ്യണത്, ഇക്കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മീറ്റിംഗിലേക്കും ആവേശത്തിൽ വരുന്ന ഒരാളെ ഒരു ലീഡർക്കും പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന ആള് സീരിയസ് ആയി വരുന്നുണ്ട്, അവരെ നോക്കാം എന്ന് പറഞ്ഞ് അവരെ കൂടാണ്ട് ഇറങ്ങും. കാരണം സ്വപ്നങ്ങൾ ഇതിൽ വരുന്ന സമയത്ത് ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ അത്ര അധികം അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ എന്റെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു 15,000 സ്ക്വയർ ഫീറ്റ് വീട്. കാരണം എനിക്ക് വേണം, കാരണം അത് കാണണം, നാലാള് കാണുന്ന ലെവലിൽ. കാരണം ഡയറക്ട് സെല്ലിംഗിൽ വന്നിട്ട് അത്രയും പ്രയാസങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു നല്ല രീതിക്ക് നാട്ടുകാർ കാണുന്ന ലെവലിൽ അങ്ങനെ ആ ലെവലിൽ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും എന്ത് ചെയ്യണം, സ്വപ്നങ്ങൾ വലുതാവണം. അത്തരത്തിലൊരു സ്വപ്നം വലുതായി ആവേശത്തിൽ വരുന്ന ഒരാളെ ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ മാറ്റി നിർത്തൂല, ഞാൻ അവരെ കൂടെ നിർത്തുക ചെയ്യുക. അവരെ എന്റെ കൂടെ, എന്നേക്കാളും എന്റെ മക്കള് എങ്ങനെയാണോ അതുപോലെ ഞാൻ കൂടെ നിർത്തിയിട്ട് എന്ത് ചെയ്യും, അവരോട് പറയും സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ളതാണ്, അത് അച്ചീവ് ചെയ്ത് കാണിക്കാനുള്ളതാണ്. ലോകത്തിന് നമ്മൾ അച്ചീവ് ചെയ്ത് കാണിക്കുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മൾക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള ലെവലിൽ അവരെ കൂടെ നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നിങ്ങളുടെ ലീഡേഴ്സ് അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അവര് പ്രയത്നിക്കുക, അവര് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടും എന്ത് ചെയ്യും, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കും. കൂടെ വന്ന ആളുകളുടെ സ്വപ്നങ്ങൾ വലുതാവുമ്പോൾ, അവരുടെ ചിന്തകൾ വലുതാവുമ്പോഴാണ് അപ്ലയൻസിന്റെ കോൺഫിഡൻസ് ഒന്നും കൂടെ എന്ത് ചെയ്യുള്ളൂ, അവരുടെ പോളിഷ് ചെയ്ത് അവരെ കൂടെ തന്നെ നിന്ന് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. രണ്ടുപേരുടെയും അച്ചീവ്മെന്റ്സിന് വേണ്ടി, രണ്ടുപേരെന്ന് പറയുമ്പോൾ കൂടെ നിൽക്കുന്ന ആളുടെയും അപ്ലയൻസിന്റെയും അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ട് ഒന്ന് ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ലോകത്തിനെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയെ, അത്രയും നല്ല ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മാറി നിന്നാലും എന്ത് ചെയ്യാൻ പറ്റുക, നമ്മുടെ ഫാമിലിയിലും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുത്തിട്ടുള്ളത്, ഫാമിലിനെ കുറിച്ചും ഫാമിലി ഈ രീതിയിലേക്ക് ജീവിക്കണം എന്നുള്ളത്. ഞാനിപ്പോ ഈ 15,000 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറയണത് എന്തുകൊണ്ടാ, എനിക്ക് എന്റെ ഫാമിലിക്ക് അങ്ങനെ ആ ലെവലിൽ ജീവിക്കാനുള്ള
കാര്യങ്ങൾ കാണിച്ചു തുടങ്ങി. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ജീവിക്കണം എന്നുള്ളത് കൊണ്ടല്ല, എന്റെ ഫാമിലിക്ക്, എന്റെ കുട്ടികൾക്ക്, അതുപോലെ ഞാൻ വളരുമ്പോ ആ ഒരു ലെവലിലേക്ക് ഞാൻ വളരുമ്പോ കൂടെ വന്ന ആളുകൾക്ക് വളർച്ച ഉണ്ടാവും. അതുപോലെ ഞാൻ ആ രീതിയിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് എന്റെ ചുറ്റുപാടിലുള്ള ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യും, സഹായങ്ങൾ എത്തുന്നുണ്ടാവും. അതുപോലെ അറിയുന്നതും അറിയാത്തവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സഹായിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്നും നമ്മൾ മറ്റൊരാളുടെ സഹായത്തിന് കാത്തു നിൽക്കേണ്ട ആളായിട്ട് മാറും. അതിനെന്തായാലും തയ്യാറാവില്ല MI ലൈഫ് സ്റ്റൈലിലെ ഓരോ ഫാമിലി മെമ്പേഴ്സും. കാരണം എന്താ, ഇതിലുള്ള ഓരോ ലീഡേഴ്സിനും അത്രയും എഴുതപ്പെട്ട, അല്ലെങ്കിൽ ഉള്ളില് കല്ലിൽ കൊത്തി വെച്ച അത്രയും വലിയ സ്വപ്നങ്ങളും ആവേശവും വാശിയും ഒക്കെ ഉണ്ടാവും. നേടിയെടുക്കണം, നേടിക്കൊടുക്കണം എന്നുള്ള വാശിയുണ്ടാവും. അവരെ കൂടെ മുറുകെ പിടിച്ചു നിന്നോളാം. അങ്ങനെയുള്ളവർക്ക് ഏത് സാധാരണക്കാർക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിൽ തന്നെ അങ്ങനത്തെ ഒരു മാറ്റം മാത്രമാണ് എന്നെ സംബന്ധിച്ച് തുടക്കത്തിലും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഇനി ഉണ്ടാവാൻ പോകുന്നതും. കാരണം ഞാൻ ആ രീതിയിലേക്ക് എന്റെ ലീഡേഴ്സിന്റെ ടീമിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, പ്ലാനിങ്ങോട് കൂടിയുള്ള വർക്കും മീറ്റിങ്ങുകളുടെ ഇമ്പോർട്ടൻസും ഇനി ഒരു കാരണവശാലും മാറ്റി വെക്കരുത്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള ദൂരം വീണ്ടും കൂടുന്നുണ്ടാവും. അപ്പോൾ ദൂരം കൂടാതിരിക്കണമെങ്കിൽ എന്ത് വേണം, ഇപ്പൊ ഇരുന്നിട്ട് ഇന്നത്തെ ദിവസം ഈ ആഴ്ച എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും നിങ്ങളുടെ ലീഡേഴ്സുമായിട്ട് ഇരുന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇനി ഇന്നോ നാളെയൊക്കെ നടക്കാൻ പോകുന്ന ഒരുപാട് മീറ്റിങ്ങുകൾ പല ഏരിയകളിലുണ്ട്. ആ മീറ്റിങ്ങുകളൊക്കെ നന്നായി എന്ത് ചെയ്യാം, ഉപയോഗിക്കുക. സാറേ ഞാൻ ഇന്ന് പോകുന്നുണ്ട്, സാറേ അവിടെ ഉണ്ടോ, ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക, ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളെ ബിസിനസ്സാണ്. അപ്പൊ അതുകൊണ്ട് ടീമിനെ കൂട്ടുക, ടീമിന്റെ കൂടെ എന്ത് ചെയ്യുക, കൂടുതൽ നമ്മുടെ കൂടെ വന്ന ആളുകളെ, പാർട്ട്നേഴ്സിനെ എന്ത് ചെയ്യാം, ഒക്കെ വിളിക്കുക. ഞാൻ ഇന്ന മീറ്റിങ്ങിന് പോവാണ്, നിങ്ങൾ ഉണ്ടോ, നിങ്ങളുടെ ടീമില്ലേ, നമുക്ക് ഒരുമിച്ച് പോവാം, വാ എന്ന് പറഞ്ഞിട്ട് കൂടെ കൂട്ടുക. എപ്പോഴും കൂടെ നിർത്താൻ നിങ്ങൾ വളരാന് സമ്മതിക്കാതെ കൂടെ നിർത്തുക എന്നല്ല ഞാൻ പറഞ്ഞത്, കാണിച്ചു കൊടുക്കുക ഇങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അവരുടെ ടീമിനെ അതുപോലെ കൊണ്ടുപോകും. അവരെ കൊണ്ടുപോയിട്ട് അവരെ പയ്യെ എന്ത് ചെയ്യാം, അവരെ വളർത്തി കൊണ്ടുവരാൻ പറ്റും. മീറ്റിങ്ങിലൂടെ തന്നെയുള്ള ഒരു വ്യക്തിയെ മാറ്റാനും മാറ്റിമറിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നന്നായി ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്റെ സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. എന്നാലും അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, പ്രോഗ്രാമുകളുടെ ഇമ്പോർട്ടൻസോടൊപ്പം തന്നെയാണ് ലീഡേഴ്സിന്റെ സപ്പോർട്ട്. അല്ലെങ്കിൽ ലീഡേഴ്സ്, ഞാൻ തുടക്കത്തിൽ ഈ സമയം വരെ പറഞ്ഞതിലും ലീഡേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. കാരണം ഞാൻ എന്ന വ്യക്തി മാറിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ലീഡേഴ്സിന്റെ ഒരു 50% അതിന് മുകളിൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ടും മാറാനുള്ള ഒരു മനസ്സുള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ രണ്ടും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ഇനിയും മാറാനുണ്ട്. അത് മാറ്റങ്ങളെ അതാത് സമയത്ത് എന്റെ ലീഡേഴ്സ് എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ഓർമ്മിപ്പിക്കുന്നതിനനുസരിച്ച് ഞാൻ മാറിക്കൊണ്ടേയിരിക്കും. അതെന്തിനാ, ആ മാറ്റങ്ങൾ ഉണ്ടെങ്കിലാണ് എന്നെ മറ്റുള്ളവർ അംഗീകരിക്കുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് എന്നെ കൂടെ നിർത്താൻ തോന്നുള്ളൂ. അതുകൊണ്ടാണ്, അതായത് അതായത് എന്റെ കൂടെ വന്ന ആളുകളുടെ അവർക്കനുസരിച്ച് നമുക്ക് കുറച്ചൊക്കെ ഒരു മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അവര് നമ്മളെ വിട്ടുപോകും. അങ്ങനെ വിട്ടുപോകാതിരിക്കണമെങ്കിൽ ലീഡേഴ്സ് എന്നുള്ളത് അത്രയും അധികം നമ്മളെ അച്ഛനും അമ്മയും എങ്ങനെയാണോ, അതാണ് ഗുരുവിന് കൊടുക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത്. ആ ഗുരുവിന്റെ സ്ഥാനത്ത് വേറൊരാളെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. ആ സ്ഥാനം അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അത് തിരിച്ചു കൊടുക്കാനുള്ള ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ ഉള്ളിലുള്ള ഒരു കടപ്പാടൊക്കെ എപ്പോഴും വേണം. എന്തേരുതി അവരെ ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, പൂജ എന്നുള്ളത് അവരുടെ പ്രാർത്ഥനയിലും വർക്കിലും റിസൾട്ടിലും ആക്കി മാറ്റണം. അത് ആരുടെ ടീമാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന ആളുടെ കൂടെ വന്ന് ഇന്ന ആളുടെ ടീമാണെന്ന് പറയുമ്പോ അപ്ലൈൻ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ലീഡേഴ്സ് എന്നുള്ളത്, അതും ഞങ്ങളൊക്കെ അത്രയും കൊതിക്കുന്ന ലീഡേഴ്സ് ആണ് ഇപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉള്ളത്. ഇപ്പൊ ഞാനൊക്കെ എന്റെ ടീമിൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ GTSകൾ ആയതുകൊണ്ട് ആദ്യമൊക്കെ ഞങ്ങള് മീറ്റിങ്ങുകൾ കേൾക്കാൻ BOP ആയിട്ട് GTS ആയിട്ട് കോഴിക്കോടായിരുന്നു വന്നിരുന്നത്. ഞങ്ങളുടെ യാത്ര തന്നെ അത്യാവശ്യം 1.5-2 മണിക്കൂറോളം എന്ത് ചെയ്തിട്ടുണ്ട്, പോവാനും ഒക്കെ നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ രാവിലെ ഒക്കെ എല്ലാരും കൂട്ടിയൊക്കെ പോകുമ്പോൾ വാഹനത്തിനുള്ള ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയായിരുന്നു ലീഡേഴ്സിനെയൊക്കെ കാണുക. അപ്പൊ ബൈജു സാറിനൊക്കെ ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് അന്നൊക്കെ കണ്ടിരുന്നത്. അതുപോലെ തന്നെ സുബീർ സാറിന്റെ ഒക്കെ സീലിങ്ങിന്റെ സമയത്ത് ഒരു ലഡു എനിക്കും കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാ, മീറ്റിങ്ങിനും അത് കഴിക്കാൻ പറ്റിയത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാല് പർച്ചേസിങ് ടൈമില് നമ്മൾ പൂളാടിക്കുന്നുള്ള ഔട്ട്ലെറ്റിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. അപ്പൊ ആ ലഡു കഴിക്കുന്ന സമയത്ത് എന്റെ ഉള്ളിലുണ്ട്, നാളെ ഞാനും എന്ത് ചെയ്യും, ഇതുപോലെ ടീമിന് ലഡു കൊടുക്കും. ആ ഒരു തീരുമാനം
നമ്മളുള്ളിൽ ഉണ്ടാവും. അങ്ങനെ പോയതുകൊണ്ടാണ് നമുക്കത് കിട്ടിയത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ശരിക്കും ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഇന്ന് നമുക്ക് അച്ചീവ്മെന്റ്സുകൾ കാണാൻ ഏറ്റവും അടുത്ത് എല്ലാ ഏരിയകളിലും GTSകൾ ഉണ്ട്, എല്ലാ ലീഡേഴ്സും നമ്മളെ തൊട്ടടുത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടേക്കൊക്കെ നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പൊ ഏറ്റവും കൊതിക്കുന്ന ഒരുപാട് നല്ല STC, RTC, അതുപോലെ NTC, CTC, ITC ഒക്കെ ഉള്ള ലീഡേഴ്സ് അല്ലെങ്കിൽ ഇതിൽ ഇൻകം വാങ്ങിയില്ല, അത് ജീവിതത്തിന്റെ മാറ്റങ്ങൾ നമ്മളൊക്കെ കാണുന്ന രീതിയിൽ ബെൻസും BM-ഉം അതുപോലെ തന്നെ വലിയ വീടുകളും ഇപ്പൊ ബെൽനിസാറും ഒക്കെ അങ്ങനെ വലിയ വലിയ വീടുകളും അങ്ങനെയൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പല സ്ഥലങ്ങൾ യാത്ര ചെയ്ത്, ഇപ്പൊ ഞാനൊക്കെ ശരിക്കും ഈ ബിസിനസ്സിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ബിസിനസ്സിലൂടെയാണ് ഞാൻ വയനാട് പോയിട്ട് 2 ദിവസം താമസിക്കുന്നത്. അപ്പോ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം മാത്രം. അപ്പോ ഈ പറഞ്ഞ രീതിയിൽ എത്രയോ ആളുകൾക്ക് അങ്ങനെ ആ ഒരു പല പല സ്ഥലങ്ങളിൽ നമുക്ക് ഇന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നാളെ തായ്ലൻഡിലെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഈ ബിസിനസ്സിലൂടെയാണ്. അപ്പൊ ഈ പറഞ്ഞ ലീഡേഴ്സ് എല്ലാം, അതായത് ഇത്രയും അധികം ലീഡേഴ്സ് ഉള്ള ഒരു ടീം ആയതുകൊണ്ട് ശരിക്കും ഭാഗ്യം ചെയ്ത ടീമാണ് എന്റെ മുന്നിലുള്ളത്. കാരണം അത്രയും അധികം ലീഡേഴ്സിന്റെ സപ്പോർട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അത് ഉപയോഗിക്കാം. ആ ലീഡേഴ്സിന്റെ അച്ചീവ്മെന്റ്സുകളും അവരുടെ പൊട്ടൻഷ്യലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും അതിലൂടെ നമുക്ക് ഒരുപാട് ലെയറിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ലെയർ ഓഫ് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ലെയർ ഓഫ് ലീഡേഴ്സ് ആണ് ഈ ബിസിനസ്സിന് മസ്റ്റ് ആയിട്ടും വേണ്ടത്. അങ്ങനെ ലെയർ ഓഫ് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളും എന്ത് ചെയ്യും, പയ്യെ പയ്യെ വലിയ രീതിയിൽ മാറുന്നുണ്ടാവും. ഇന്ന് കാണുന്ന ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയ ഏതൊരാളെ പോലെ നമുക്ക് മാറാൻ പറ്റും. അതിന് നമ്മളൊരു തീരുമാനം എടുക്കണം. അപ്പോ ഞാൻ ഇത്രയും സമയം, അതായത് ഏകദേശം എനിക്ക് തന്ന സമയം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 7 മണി ഏകദേശം അടുത്തോണ്ടിരുന്നു. അപ്പോ നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. വലിയൊരു അനുഭവങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്നേക്കാളും ബുദ്ധിമുട്ടിൽ നിന്നും എന്നേക്കാളും ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകളുടെ ഒരു ടീമിലാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ എന്റെ ഈ ഒരു അനുഭവത്തിലൂടെ തുടക്കത്തിൽ തൊട്ട് ഈ ഒരു 4 വർഷം കൊണ്ട് ഒരുപാടധികം കാര്യങ്ങൾ എനിക്ക് ചെയ്യാനും അതുപോലെ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഉത്തരവാദിത്ത ബോധവും എന്നിലുള്ളിലുണ്ട്. ആ ഒരു ബോധം ഉള്ളത് കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് വലിയ അച്ചീവ്മെന്റ്സുകൾ ടോട്ടലി നമ്മളെ മാറ്റുന്നുണ്ടായിരിക്കും എന്നുള്ളത് മുൻകൂട്ടി ഇന്ന് തുടക്കത്തിൽ കണ്ട ആ മെഡിറ്റേഷനെ പോലെ തന്നെ അത്രയും അധികം എനർജിയുള്ള, അത്രയും അധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ പറ്റണം. അതിന് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാം. അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാല് ഇന്ന് കാണുന്ന ടീച്ചർ ആവാനും ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും ഒക്കെ പറഞ്ഞയക്കാന് രാവിലെ, അതായത് യൂണിഫോം ഒക്കെ ഇടിപ്പിച്ച് മാറ്റിക്കൊണ്ട് സ്കൂളിലേക്ക് വിടുന്ന ഓരോ പാരന്റ്സും നാളെ പറയും, നീ ഇന്ന ബിസിനസ് ചെയ്തോ. കുട്ടികളോടാണെന്നുണ്ടെങ്കിൽ അല്ല, നമ്മൾ അതായത് പാരന്റ്സും നമ്മൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്, ഈ ബിസിനസ് ഏറ്റെടുത്തോ. കാരണം ഈ ബിസിനസ്സിലൂടെയാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുക. മറ്റേതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, പക്ഷെ മറ്റേതെല്ലാം വേണ്ട എന്നല്ല, അതിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അതിനനുസരിച്ച് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഇനി റോബോട്ടുകളായിരിക്കും കൂടുതലായിട്ടും വരിക. ഇവിടെ നമ്മളുടെ ലൈഫ് ചേഞ്ച് ആവുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു സമയം കൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിരവധി അച്ചീവ്മെന്റ്സുകൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ ഈ ഒരു സമയം തൊട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതുപോലൊരു അവസരം തന്ന ഈ ഒരു അല്ലെങ്കിൽ ഇതിലുള്ള എല്ലാ ലീഡേഴ്സിനും എസ്പെഷ്യലി ബൈജു സാർ. കാരണം ബൈജു സാറിന്റെ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിൽ നിന്നും ഏകദേശം ഒരുപാട് ആളുകൾക്ക് ഞങ്ങൾ ഇതുപോലുള്ള ഒരു മീറ്റിംഗിൽ നിന്നും ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, കുറേ അധികം അറിവുകൾ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഞാൻ അന്ന് അത് കഴിഞ്ഞതിന് ശേഷം ബൈജു സാറിനോട് ചോദിച്ചിട്ടുണ്ട്, സാറിന്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളത്. കാരണം അത്രയും അറിവുകളാണ് നമുക്ക് പല ലീഡേഴ്സിന്റെ വാക്കുന്നും കിട്ടുന്നത്. അപ്പൊ എസ്പെഷ്യലി ബൈജു സാറിന്, എന്നെ ഇൻവൈറ്റ് ചെയ്ത ബൈജു സാറിനും ടീമിനും ലീഡേഴ്സിനും അതുപോലെ എപ്പോഴും കാണാൻ കൊതിക്കുന്ന അല്ലെങ്കിൽ കേൾക്കാൻ കൊതിക്കുന്ന ഒരു സെക്കൻഡ് പോലും മിനിറ്റുകൾ അല്ലെങ്കിൽ പറഞ്ഞ ഒരു സെക്കൻഡുകളോ മിനിറ്റുകളോ മാറ്റിവെക്കാനില്ലാത്ത അത്രയും അധികം എനർജറ്റിക് ആയിട്ടുള്ള ലീഡേഴ്സ് ഉള്ള ഈ ഒരു ടീമിൽ സംസാരിക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം ഭാഗ്യം ചെയ്ത ഒരാളായിട്ട് ഞാൻ കാണുന്നു. ഇനിയും ഒരുപാട് ലെവലിലേക്ക് നമുക്ക് എല്ലാവർക്കും, അതായത് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ ഇതിന്റെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു.
അടുത്ത ദിവസം പിന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഒരുമിച്ച് കാണാം. നിരവധി വീണ്ടും വീണ്ടും പറയണ അച്ചീവ്മെന്റ്സും അതുപോലെ ഒരുപാട് ആളുകൾക്ക് ആരോഗ്യം കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഈ ഒരു സമയം തൊട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ ഓഫ് യു.